ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സാൻഡ്വിച്ചാണ്. വളരെ പെട്ടെന്ന് നമുക്ക് കൂടിപ്പോയാൽ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് ക്യാരറ്റ് ഇതോട് ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാബേജ് നമ്മളിതോട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയൊരു ക്യാപ്സിക്കവും നമ്മളിതോട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിതെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് വേണ്ടത് മയോണൈസ് ആണ്. മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൂടാതെ നമ്മളിതോട് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതോട് ചെറിയ പീസുകളായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചിക്കനും ഈ വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. അവസാനമായി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസുകളും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മയണൈസ് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫുൾ പാക്കറ്റ് ബ്രെഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഓരോരുത്തർ ബ്രെഡിൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ അളവിനെല്ലാം മാറ്റം വരുത്താവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കുമ്പോഴേക്കും നമുക്ക് ഈ നമ്മുടെ ഷവർമയൊക്കെ വാങ്ങിക്കത്തില്ലേ, അതിൻ്റെ അകത്ത് കിട്ടുന്ന ആ ഒരു ഫില്ലിങ്സ് പോലെ നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം ആ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മയണൈസിലൊക്കെ ഓൾറെഡി ഉപ്പുള്ളതാണ്. അതോടൊപ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഈ കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവൊക്കെ നമ്മുടെ ഇതിന് നന്നായിട്ട് കിട്ടുന്നത് പോലെ മൊത്തത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടും കറക്റ്റായിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സാൻഡ്വിച്ച് ആക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 വശവും നമ്മളിതോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഓവറായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. കാരണം നമ്മൾ ടോപ്പിൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യും. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഓവറാണെങ്കിൽ ഇത് സൈഡിൽ കൂടെ ഒക്കെ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ആഡ് ചെയ്തതിന് ശേഷം ടോപ്പിൽ നമ്മൾ അടുത്ത ബ്രെഡോടെ വെച്ചിട്ട് ഇതുകൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുകൂടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ആക്കാം. ഇതുപോലെ ഒന്ന് ഡയഗണലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ഞാനിവിടെ നമ്മുടെ സാൻഡ്വിച്ച് ഇതുകൂട്ടൊന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഫുഡൊക്കെ നമ്മൾ റാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാനിത് റാപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുകൂട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ, അതായത് നമ്മുടെ ഈ ഫില്ലിങ്സ് ഒന്നും ഇതിൻ്റെ അകത്തൊന്നും പുറത്ത് പോകത്തുമില്ല, നമ്മുടെ ഇത് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മളിതുകൊണ്ട് റാപ്പ് ചെയ്യുന്നത്. നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കൂടിപ്പോയാൽ ഒരു 10-15 മിനിറ്റും കൊണ്ട് നമുക്ക് രാവിലെ എണീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണിത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.